നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾ ട്വൻറ്റീൻസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ആ ഒരു ഡിക്കേഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളുടെ ലൈഫ് ലോങ് നമ്മളുടെ കരിയറിനെയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും മോൾഡ് ചെയ്യാനും പറ്റുന്ന ഒരു ടൈം ലൈനാണിത് അല്ലേ. ഈ സമയത്താണ് പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അവരുടെ ലൈഫ് റോയിൻ ചെയ്യുന്നത് കാണാറുള്ളത്. ഇത് പക്ഷേ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, അവർ പലപ്പോഴും ഡംബായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിന് നിങ്ങൾ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ പോലും അറിയാതെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കൺഫ്യൂസിങ് ഫ്രീഡം വിത്ത് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. നമ്മളൊരു 20 വയസ്സ് വരെയൊക്കെ നമ്മളുടെ സ്ട്രിക്റ്റ് പാരൻറ്റിങ് ആ ഒരു രീതിയിൽ നമ്മൾ വളർന്നു വന്നിട്ട് ഒരു 20ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രീഡം അങ്ങ് കിട്ടും, നമുക്ക് തുറന്ന് കിട്ടുകയാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് പാരൻറ്റിങ്ങിൽ പോയ ആൾക്കാരാണ്. ഇനി എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോക്കങ്ങ് പോകും. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഫ്രീഡത്തിനെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഒരുപാട് പാർട്ടീസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളും മാത്രം ഫോക്കസ് ചെയ്ത് ചുമ്മാ റീലൊക്കെ സ്ക്രോൾ ചെയ്ത് അങ്ങനെ സമയം അങ്ങനെ കളയും. അങ്ങനെ വൺസ് നമ്മളിത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും, സമയം പെട്ടെന്ന് അങ്ങ് പോയി എന്ന് പറയും. ശരിക്കും സമയം പെട്ടെന്ന് പോയതല്ല, നമ്മൾ ആ കിട്ടിയ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാതിരുന്നതാണ് പ്രശ്നം പറ്റിയത്. ഫ്രീഡം നല്ലതാണ്, ഫ്രീഡം ആവശ്യമാണ്. പക്ഷേ ഒരു സ്ട്രക്ചർ ഇല്ലാതെ, ഡിസിപ്ലിൻ ഇല്ലാതെ, നിങ്ങൾ ഒരു പ്രോഗ്രസ് പോലും ഇല്ലാതെ നിങ്ങളതിനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ വേസ്റ്റ് യുവർ എൻറ്റയർ ലൈഫ് ടൈം. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ചൂസിങ് കംഫർട്ട് ഓവർ ചലഞ്ച് എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ഈ 20 വയസ്സ് കാലഘട്ടത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കാനും ചലഞ്ച് എടുക്കാനൊക്കെയുള്ള ആരോഗ്യമാണെന്നുണ്ടെങ്കിലും അതിന് പറ്റുന്ന മൈൻഡ് സെറ്റ് ആണെങ്കിലും അതിന് പറ്റുന്ന ഒരു എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് എൻവയോൺമെൻറ്റും അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ളത്. പക്ഷേ ഈ സമയത്ത് പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഭയങ്കര സേഫ് ആയിട്ടുള്ള പാത്സ് മാത്രം ചൂസ് ചെയ്യും, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള വേയിൽ മാത്രം നമ്മൾ പോകും. നമ്മൾ വലിയ ചാലഞ്ചസും കാര്യങ്ങളൊന്നും എടുക്കാൻ റെഡി ആവില്ല, ഷോർട്ട് ടേം ഗെയിൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പോകും. പക്ഷേ ഇതിനുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലോങ് ടേമിൽ നിങ്ങൾക്കിത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ റിസൾട്ട്സ് ഉണ്ടാവുക. ആ ഷോർട്ട് ടേം ഗെയിൻസ് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ കുറച്ചാൽ അങ്ങനെ പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല എന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലോങ് ടേം വെൽത്ത് അല്ലെങ്കിൽ ലോങ് ടേം ഗെയിൻസ് അല്ലെങ്കിൽ ലോങ് ടേം സ്കിൽസ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പ്ലാൻഡ് ആയിട്ട്, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് കുറച്ച് ചാലഞ്ചസും റിസ്ക് ഒക്കെ എടുത്ത് വില്ലിംഗ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ലോങ്ങിലോട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഈ പറഞ്ഞ ഡിക്കേഡ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട്, സ്ട്രെസ്ഫുൾ ആയിട്ട്, ഒരുപാട് ടെൻഷനും പ്രഷറൊക്കെ എടുത്ത് നല്ല റിസ്ക് ഒക്കെ എടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതല്ല നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിങ്ങൾ എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും അവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളൊരു ലൈനിൽ വരച്ചാൽ ലൈനിൽ അങ്ങനെ പോവുമായിരിക്കും. പക്ഷേ വൺസ് ആ ലൈന് ആരെയിലൊക്കെ വന്ന് വൈപ്പ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ താഴെ പോകുന്ന സിറ്റുവേഷൻസ് ആവും. ആൻഡ് ദ തേർഡ് ലെസൺ ഈസ് സേയിങ് യെസ് ടു എവറിത്തിങ്. ഫ്രണ്ട്സ്, ട്രിപ്സ്, വെക്കേഷൻസ് ആൻഡ് പാർട്ടീസ്, ചിൽസ്, എല്ലാത്തിനും നിങ്ങൾ യെസ്. ബിക്കോസ് നിങ്ങൾ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാവോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളൊരു പ്രശ്നം കാരണം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങൾക്കും യെസ് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ 20s നിങ്ങൾക്ക് ശരിക്കും ഏറ്റവും ബൗണ്ടറീസ് വേണ്ടതും നിങ്ങൾ നോ പറഞ്ഞ് നിങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ 20s എല്ലാ കാര്യങ്ങൾക്കും യെസ് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നത് ശരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനോട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് നോ പറയുന്ന പോലെയാണ്. നിങ്ങളുടെ സക്സസ് ഉണ്ടാകുന്നത് നിങ്ങളുടെ എക്സ്ട്രീം ഫോക്കസിൽ നിന്നാണ്, ഒരിക്കലും നിങ്ങളുടെ സോഷ്യൽ ഓവർ കമ്മിറ്റ്മെൻറ്റ്സിൽ നിന്നല്ല. നിങ്ങളുടെ 20s നിങ്ങൾക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ ബൗണ്ടറീസ് വെക്കേണ്ടത്. 4ാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവോയ്ഡിങ് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ഈ 20s എന്ന് പറയുന്ന ഒരു ടൈം ലൈനിലാണ് നമ്മൾ ശരിക്കും നമ്മളുടെ ഫൈനാൻഷ്യൽസിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് തുടങ്ങേണ്ട സമയം. എന്നാൽ ഈ സമയത്ത് നമ്മളുടെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് എന്താ, നമ്മളുടെ ഈ ഒരു യങ് ജനറേഷൻ ചെയ്യുന്നത് എന്താ, അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക, ഈവൻ ദോ അവർ ഒരു രൂപ പോലും സമ്പാദിക്കുന്നുണ്ടാവില്ല. ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ ക്രെഡിറ്റ് കാർഡ്സ്, EMIs ഇതൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അവനൊരു വരുമാനം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, അവനൊരു ജോബ് പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അവന് ക്രെഡിറ്റ് കാർഡും EMI ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എങ്ങനെ ഈ EMI അടക്കാം എന്ന് പോലും അവൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. EMI കിട്ടും, ഫോൺ വാങ്ങാം, ലാപ്പ് വാങ്ങാം, അല്ലെങ്കിൽ ലൈക്ക് വാട്ട് എവർ പേഴ്സണൽ ലോൺസ് എടുക്കാം, കാര്യങ്ങൾ എടുക്കാം. ഇതിനൊക്കെ ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവന് പ്രത്യേകിച്ച് ഒരു ഏൺ ചെയ്യുന്നതിന് മുന്നേ അവൻ്റെ കടങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസിൽ പോലും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. നമ്മളെ 20s ശരിക്കും നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈമാണ്, എഫേർട്ട് ഇടേണ്ട ടൈമാണ്. ഈ സമയത്തല്ല നമുക്ക് ഫ്ലെക്സ് ചെയ്യാനും ഷോ ഓഫ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. നമുക്ക് ഷോ ഓഫ് ചെയ്യാൻ, ഫ്ലെക്സ് ചെയ്യാനുള്ള സമയം വരുന്നുണ്ട്. ആ സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം ലൈൻ ആയിട്ടാണ്, ആ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള സമയമായിട്ടാണ് നമ്മളെ 20s കാണേണ്ടതെന്നുള്ളതാണ്. 20s നിങ്ങൾക്കൊരു സിമ്പിൾ റൂൾ ഞാൻ പറഞ്ഞുതരാം. ഏൺ ഫസ്റ്റ്, ഫ്ലെക്സ് ലേറ്റർ. വെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഇൻകം അല്ല, വെൽത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാബിറ്റ്സ് ആണ്. 5ാമത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു സമീപ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് പല ആൾക്കാരും ഷെയർ ചെയ്യുണ്ടായി. പല പ്രൊഫഷണൽസ് ആയാലും മെൻറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡീപ്പ് വർക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഫോക്കസ്ഡ് വർക്ക് എന്നുള്ളത്, ഫോക്കസ്ഡ് കരിയർ എന്നുള്ളത് അവോയ്ഡ് ചെയ്യുന്ന ഒരു ജനറേഷൻ. അതാണ് ഇപ്പോഴത്തെ 20s കാണുന്ന പല ആൾക്കാർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു ഡം ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു 3 മാസം കൊണ്ട് റിസൾട്ട് കാണാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 മാസത്തിൽ കൂടുതൽ അതിന് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത് ബൗൺസ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. ഒരു കരിയർ ചൂസ് ചെയ്തു, ഒരു 3 മാസം അവിടെ പോകുന്നു, അപ്പോഴത്തേക്കും അവിടുത്തെ പ്രത്യേകിച്ച് ഔട്ട്പുട്ട്സ് വരുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഷിഫ്റ്റ് ആയിട്ട് അടുത്ത കരിയറിലോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു കരിയറിൽ മേ ബി 6 months നിന്നിരുന്നെങ്കിൽ അവിടെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷനൊക്കെ കിട്ടേണ്ട ഏരിയയിൽ നിന്ന് മാറി സ്വിച്ച് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ വീണ്ടും ഒരു ഫ്രഷർ ആവുന്നു. ഇത്തരത്തിൽ കോഴ്സുകളാണെന്നുണ്ടെങ്കിലും അവരുടെ ഈവൻ ബിസിനസ് ഐഡിയാസ് വരെ ഈ രീതിയിൽ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ഒരു ഫൗണ്ടറെ കാണുന്ന സമയത്ത് അവനോട് എന്താണ് അവൻ്റെ ബിസിനസ് ഐഡിയ എന്ന് ചോദിക്കുമ്പോൾ അവനൊരു ബിസിനസ് ഐഡിയ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഒരു 3 മാസം കഴിഞ്ഞിട്ട് അവനെ കാണുന്ന സമയത്ത് അവൻ എൻറ്റയർലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അവനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവൻ അതിന് വേണ്ടിയിട്ട് ഡീപ്പ് വർക്ക് ചെയ്ത് ലോങ് ടേമിലോട്ട് അതിൽ നിന്ന് റിസൾട്ട് വരുന്ന രീതിയിലോട്ടുള്ള ഒരു ഗെയിന് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫോക്കസോ കമ്മിറ്റ്മെൻറ്റോ മൊമെൻറ്റോ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവിടെ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, ക്വിക്ക് റിസൾട്ട്സ് കിട്ടണം എന്ന രീതിയിൽ അവർ അതിന് വേണ്ടിയിട്ട് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ 20s പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഫ്ലിപ്പായിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു കരിയറിലും ഒരു കോഴ്സസിലും അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. 20s ഒരു ലൈഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും ആ സർക്കിൾസിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതേ പ്രശ്നം തന്നെയായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഒന്നിലും നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി കിട്ടാത്ത പ്രശ്നം, അല്ലെങ്കിൽ ലോങ് ടേം ഗെയിൻസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ഷോർട്ട് ടേമിലുള്ള ഗെയിൻസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒന്നിലും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനോ ഫോക്കസ് ഉണ്ടാക്കാനോ വേണ്ടി പറ്റില്ല. നിങ്ങൾ പെട്ടെന്ന് ട്രെയിൻ ഔട്ട് ആവുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ 20s ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ഞാൻ പാഷൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ പാഷൻ തേടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ പാഷൻ എന്താണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല, പക്ഷേ പാഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ കുറേ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് മൾട്ടിപ്പിൾ സ്കിൽസും കാര്യങ്ങളും ട്രൈ ചെയ്ത് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങളുടെ പാഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ നിങ്ങൾ പാഷന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനപ്പുറത്തോട്ട് നിങ്ങൾ കോമ്പറ്റൻസിനെ ഫോക്കസ് ചെയ്ത് അവിടെ വർക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ട്രൈ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അതിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, നിങ്ങളുടെ പാഷനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ 20s അല്ല ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ റൂൺ ചെയ്യുന്നത്. നിങ്ങളുടെ 20s നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിനെ റൂൺ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആം ഐ ചൂസിങ് കംഫർട്ട് ഓവർ ഗ്രോത്ത്? ഞാൻ എൻ്റെ ഗ്രോത്തിനെക്കാട്ടിലും പ്രയോറിറ്റി കൊടുത്തിട്ട് കംഫർട്ടായിട്ട് ഇരിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ് ഒന്നും വേണ്ട, ടെൻഷനൊന്നും വേണ്ട, ഞാൻ ഭയങ്കര കംഫർട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇത് മാത്രം മതി എന്ന രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണോ എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചോദിക്കേണ്ടത്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആം ഐ ചേസിങ് അപ്രൂവൽ ഇൻസ്റ്റെഡ് ഓഫ് പേർപ്പസ് എന്നുള്ളതാണ്. നിങ്ങളുടെ പേർപ്പസിനെക്കാട്ടിലും നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അപ്രൂവൽസിന് വേണ്ടിയിട്ടാണ്. അതും നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ആൻഡ് അതുപോലെ തന്നെ മൂന്നാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ആം ഐ ബിൽഡിങ് സ്കിൽസ് ഓർ ബൈയിങ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന നിങ്ങളുടെ സ്കിൽസിൽ നിന്നാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതല്ലാതെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ബൈ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൽസും ഉണ്ടാകത്തില്ല, വൺസ് നിങ്ങൾക്ക് ആ ലൈഫ് സ്റ്റൈലും ഉണ്ടാകത്തില്ല. ഇതാണ് നിങ്ങളുടെ 20s നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾ 100 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ 100 വയസ്സ് വരെ നിങ്ങളുടെ ജീവിതം കൃത്യമായിട്ട് എങ്ങനെയായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സമയമാണ് ഈ 20s എന്ന് പറയുന്നത്. ഈ 20s നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനും, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഡം ഡിസിഷൻസൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും, ലോങ് ടേമിലോട്ട് സക്സസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും, നമ്മളുടെ ലൈഫിനെ തന്നെ ഫ്ലറിഷ് ചെയ്യാനും, ഫ്രീ ഓഫ് ലൈഫ് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലോട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സമയം. ഈ ഒരു സമയം വേസ്റ്റ് ആക്കാണ്ട് വൺസ് നമ്മൾ 13s ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് സമയം പോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കെയർ ചെയ്തിട്ട് നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യേണ്ട ആൾക്കാരാണ്, അതിന് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. ഡിസിപ്ലിൻ നൗ, ഫ്രീഡം ലീഡർ. ലൈക്ക്, ഷെയർ, കമൻറ്റ് യുവർ തോട്ട്സ്.